നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേര വാഹനത്തിൻ്റെ വീല് അലൈൻമെൻറ്റ് ചെയ്ത ആ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ പല വാഹന ഉടമകളും, ഇപ്പം തവേര മാത്രമല്ല, സൈലോ ആണെങ്കിലും ഇന്നോവ ആണെങ്കിലും എർട്ടിഗ ആണെങ്കിലും ലോഡ്ജി ആണെങ്കിലും അതിൽ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക വാഹന ഉടമകളാണെങ്കിൽ കൂടിയും അവരെല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രധാന സംശയമാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ വീല് അലൈൻമെൻറ്റ് ചെയ്താലുള്ള ഒരു പ്രോബ്ലം. അതായത് അലൈൻമെൻറ്റ് ചെയ്താൽ കൂടിയും ടയർ നിൽക്കാത്തൊരവസ്ഥ വരുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതുകൂടാതെ തന്നെ കൂടുതൽ വാഹന ഉടമകളും പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഫ്രണ്ട് ടയറിൻ്റെ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും മുന്നിലത്തെ ടയറിൻ്റെ ഔട്ടർ ഭാഗം, അതായത് ഈ കാണുന്ന ഔട്ടർ ഭാഗം വെളി സൈഡ് മാത്രമാണ് തേയ്മാനം കൂടുതലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതൽ വാഹനങ്ങൾക്കും ഈ കാണുന്ന ഔട്ടർ ഭാഗമാണ് തേയ്മാനം വരുന്നത്. അത് തവേരയാണെങ്കിലും ഇന്നോവ ആണെങ്കിലും സൈലോ ആണെങ്കിലും അതിൽ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം ഔട്ടർ സൈഡാണ് തേയ്മാനം വരുന്നത്. ഔട്ടർ സൈഡ് തേയ്മാനം വരുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഹനം കുത്തിപ്പിടിച്ച് തിരിക്കുന്നത്. പെട്ടെന്ന് നിർത്തി തിരിക്കാതെ ഓട്ടത്തിൽ തന്നെ റണ്ണിങ്ങിൽ കുത്തിപ്പിടിച്ച് തിരിക്കുമ്പോൾ ഈ ഭാഗത്തെ ടയറിന് തേയ്മാനം കൂടുതൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലരും മൈലേജ് ലാഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് കിലോമീറ്റർ വ്യത്യാസം വരാതെ, ഓട്ടത്തിൽ മൈലേജിൻ്റെ ആ ഒരു ഷോർട്ടേജ് വരാതെ, ഗിയർ ഡൗൺ ചെയ്യാതെ ഓടുവാൻ വേണ്ടിയിട്ട് ഓടുന്നത് കൊണ്ടാണ് ഈ കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മൈലേജ് ഷോർട്ട് വരാനായിട്ടുള്ള സാധ്യത ഇല്ല. എന്നാൽ പോലും പലരും ആ ഒരു ഗിയർ ഡൗൺ ചെയ്യാൻ മടിച്ചിട്ട് ഈ കുത്തിപ്പിടിച്ച് തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഔട്ടർ സൈഡ് തേയ്മാനം വരുന്നത്. അതുപോലെ പോസിറ്റീവ് ചേമ്പർ കൂടിക്കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുന്നിൽ എൻജിൻ വെയിറ്റും എപ്പോഴും ലെഫ്റ്റും റൈറ്റും തിരിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് കൂടുതലും വാഹനങ്ങൾക്ക് ഈ ഔട്ടർ സൈഡ് തേയ്മാനം വരുന്നത്. എൻജിൻ വെയിറ്റ് പിന്നെ നമുക്ക് ഒരേ കണക്ക്, അതായത് പുറകിലത്തെ ടയർ നിൽക്കുന്നത് പോലെ 90 ഡിഗ്രിയിൽ സ്റ്റഡിയായിട്ടല്ല ഈ മുന്നിലത്തെ ടയർ നിൽക്കുന്നത്. എപ്പോഴും വളവും തിരിവുമൊക്കെ വരുന്ന സമയത്ത് ആ ഒരു തിരിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ് കൂടുതലും ഫ്രണ്ട് സൈഡ് തേയ്മാനം വരുന്നത്. അതുപോലെ തന്നെ പുറകിലത്തെ ടയറിൻ്റെ കാര്യം നമുക്ക് നോക്കാം. പുറകിലത്തെ ടയർ എന്ന് പറയുന്നത് പുറകിൽ കറക്റ്റ് നമുക്ക് പുറകിൽ നിന്ന് തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും. ഒന്നിങ്ങോട്ട് നിൽക്കാം. അതായത് പുറകിൽ കറക്റ്റ് 90 ഡിഗ്രിയിലാണ് ആ ഒരു ലീഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ടയർ നിൽക്കുന്നത് ഈ 90 ഡിഗ്രിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് പുറകിൽ ഒരേ രീതിയിൽ തന്നെ ടയർ തേയ്മാനം വരുന്നത്. അതുകൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇടത് ഭാഗത്തെ ടയർ, ചില വാഹനങ്ങൾക്ക് ഇടത് ഭാഗത്തെ ടയർ തേയ്മാനം കുറച്ച് കൂടുതലാണ്. അതായത് പുറകിലത്തെ തന്നെ ഇടത് ഭാഗത്തെ ടയറിന് തേയ്മാനം കൂടുവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് റാമ്പിൽ നിർത്തി നമ്മുടെ വാഹനം വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് അബദ്ധവശ ഹൈഡ്രോളിക് ഉയരുന്ന സമയത്ത് ഈ പാളത്തിൽ നിന്ന് ഇത് സ്ലിപ്പായി പോകും. അതായത് ഈ ഹൗസിങ്ങിൻ്റെ ആ ഒരു ഹൗസിങ്ങിൽ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റ് സ്ലിപ്പായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അപൂർവം ചില വാഹനങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുമുണ്ട്. അതായത് പുറകിൽ കാണുന്ന ആ ഒരു LSPയുടെ ബ്രാക്കറ്റ് ചൂണ്ടിക്കാണിച്ചു തരാം. ആ LSPയുടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ടും ഈ ഷോക്കിൻ്റെ ജോയിൻ്റ് വരുന്നത് കൊണ്ടും നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും. ഷോക്കിൻ്റെ ജോയിൻറ്റും വരുന്നുണ്ട്, LSPയുടെ ബ്രാക്കറ്റും വരുന്നുണ്ട്. ഈ LSPയുടെ ബ്രാക്കറ്റും ഷോക്കിൻ്റെ ജോയിൻറ്റും വരുന്നത് കൊണ്ട് ഈ ഹൈഡ്രോളിക് റാമ്പിൽ നിർത്തി വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉയരുമ്പോൾ ഈ ബ്രാക്കറ്റിൽ തട്ടിയിട്ട് ചിലപ്പം സ്ലിപ്പാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്ലിപ്പാവുന്ന സമയത്ത് ഈ ഹൈഡ്രോളിക് റാമ്പിൽ നിന്ന് സ്ലിപ്പായിട്ട് പാളത്തിലോട്ട് ഈ ഹൗസിങ് ഇടിക്കും. ഹൗസിങ് ഇടിക്കുന്ന ഈ പോകുന്ന ആക്സിൽ പോകുന്ന ആ ലൈന് ഇടിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ബെൻഡ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബെൻഡ് വരുമ്പോഴാണ് മുകളിലോട്ട് വളഞ്ഞിട്ട് ഈ ടയറിൻ്റെ ഔട്ടർ സൈഡ് തേയ്മാനം വരുന്നത്. പലരും ഹൗസിങ്ങിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ബെയറിങ്ങിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹൗസിങ്ങും ബെയറിങ്ങും ഒക്കെ അഴിച്ച് പണിയാറുണ്ട്. പക്ഷേ ഹൗസിങ്ങിൻ്റെ കേസ് ആരും നോക്കാറില്ല എന്നത് സത്യസന്ധമായിട്ടൊരു കാര്യമാണ്. പലരും വർക്ക് അറിഞ്ഞുകൂടാതെ ആവശ്യമില്ലാത്ത പണി ചെയ്ത് അതിനെ നമുക്ക് പല രീതിയിലുള്ള പൈസ ചിലവ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും വരുന്നത്. രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, പുറകിൽ ഒരു കാരണവശാലും ടയറിന് വലിയ രീതിയിലുള്ള തേയ്മാനം വരത്തില്ല. അതായത് മുന്നിൽ അലൈൻമെൻറ്റ് പ്രശ്നം വന്ന് ബുദ്ധിമുട്ട് വന്നാൽ കൂടി, ടയർ തേയ്മാനം വന്നാൽ കൂടിയും പുറകിലത്തെ ടയറിന് തേയ്മാനം വളരെ കുറവായിരിക്കും. അതായത് മുന്നിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ രീതിക്കനുസരിച്ചും ടയർ തിരിവിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള തിരിവിൻ്റെ ആ ഒരു രീതി അനുസരിച്ചും ആണ് മുന്നിലത്തെ ടയറിന് തേയ്മാനം കൂടുന്നത്.
ഇതിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമെന്ന് പറയുന്നത് മുന്നിലത്തെ ടയറിന് തേയ്മാനം കൂടിയിട്ടെടുത്ത് പുറകിലിട്ടാൽ കൂടിയും കറക്റ്റ് ഏതൊരു വാഹനമാണെങ്കിലും സെഡാനാണെങ്കിലും ഹാച്ച് ബാക്ക് ആണെങ്കിലും അതുകൂടാതെ XUV MUV MPV ഏത് സെഗ്മെൻറ്റിൽ ഉൾപ്പെട്ട വാഹനമാണെങ്കിൽ കൂടിയും പുറകിൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ ടയർ നിൽക്കുന്നത് കൊണ്ട് വീല് നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഒരു വശത്തേക്ക് തേയ്മാനം വരാനായിട്ടുള്ള സാധ്യത തീരെയില്ല. അത് കറക്റ്റ് ഇപ്പോൾ ഔട്ടർ സൈഡ് തേയ്മാനം വന്നാൽ കൂടിയും ഇന്നർ സൈഡും ഔട്ടർ സൈഡും ഒരേ രീതിയിലായിരിക്കും. അതായത് ഔട്ടർ സൈഡിൽ കുറച്ച് നാളത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് ചിലപ്പം ടയർ പിടിക്കാത്തൊരവസ്ഥ വരും. പക്ഷേ ഓടി ക്ലിയർ ആവുന്ന സമയത്ത് ഒരേപോലെ ആയിരിക്കും തേയ്മാനം വരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം ആരും പേടിക്കേണ്ടതില്ല. പക്ഷേ പലരും സത്യാവസ്ഥ എന്തെന്നറിയില്ലാതെ ആവശ്യമില്ലാതെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വെറുതെ ചെയ്ത് ഒരിക്കലും പൈസ കളയരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം. മുന്നിൽ ഓരോ 5000 കിലോമീറ്റർ കൂടുന്തോറും നമ്മുടെ ടയറിൻ്റെ അലൈൻമെൻറ്റ്, റൊട്ടേഷൻ, പിന്നെ അതുകൂടാതെ തന്നെ ബോൾ ജോയിൻ്റ് തേയ്മാനം, ബോട്ടിൻ്റെ തേയ്മാനം, സ്റ്റെബിലൈസർ റാഡ്, ലിങ്ക് റാഡ്, അതിൽ തുടങ്ങിയിട്ട് ബാലൻസ് റാഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്സുകളുടെയും ബുഷിൻ്റെ ക്ഷമതയും അതുകൂടാതെ തന്നെ പാർട്സുകളുടെ ലൈഫിൻ്റെ കാര്യവും ഇതെല്ലാം അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. ടയറോടെൻ്റെ വിഷയം വന്നാൽ കൂടിയും ഇന്നറും ഔട്ടറും തേയ്മാനം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടയറിൻ്റെ എയർ പ്രഷറിന് വ്യത്യാസം വന്നാൽ കൂടിയും ടയറിൻ്റെ തേയ്മാനം നല്ല രീതിയിൽ അത് ബാധിക്കും. ഒന്നാമത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, പലരും ടയറിൻ്റെ എയർ പ്രഷർ കുറച്ച് ഓടാറുണ്ട്. മഴ സമയത്തും അതുകൂടാതെ ചില ടൈമുകളിലൊക്കെ ടയറിൻ്റെ എയർ പ്രഷർ കുറച്ച് ഓടാറുണ്ട്. ടയറിൻ്റെ എയർ പ്രഷർ കുറച്ച് ഓടുന്ന സമയത്തുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, ടയറിൻ്റെ ഈ കാണുന്ന ഔട്ടർ ഭാഗവും ഇന്നർ ഭാഗവും ഈ രണ്ട് സൈഡും ഇടതുവശവും വലതുവശവും തേയ്മാനം കൂടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ടയറിൻ്റെ എയർ പ്രഷർ കൂട്ടി ഓടുന്ന സമയത്ത് സെൻറ്റർ ഭാഗം, ഈ കാണുന്ന സെൻറ്റർ ഭാഗം നല്ല രീതിയിൽ തേയ്മാനം വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ പലരും ഈ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാതെ ആവശ്യമില്ലാതെ അലൈൻമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യമെല്ലാം മനസ്സിലാക്കി അലൈൻമെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓരോ 5000 കിലോമീറ്ററിൽ വാഹനം ജനറൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് മുന്നിലത്തെ സസ്പെൻഷൻ്റെ ഭാഗവും അതുപോലെ തന്നെ ബുഷിൻ്റെ ഭാഗവും ടയറിൻ്റെ കണ്ടീഷനും എയർ പ്രഷറും എല്ലാം കറക്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അലൈൻമെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇത് എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.